ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. 35 വീക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 35 വീക്സും 4 ഡേയ്സും ആയി. ഇനിയും ഈ വീഡിയോ ഞാൻ എടുക്കാൻ ഓരോ ദിവസവും വിചാരിക്കും, പക്ഷേ എന്താ പറയുക, ഫിസിക്കലി നമുക്ക് ഓരോ ദിവസം കഴിഞ്ഞ് ഓരോ മന്ത്സ് കഴിയുമ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ കടന്നുപോയി. അങ്ങനെ 35 വീക്സിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇനി എമർജൻസി എന്തെങ്കിലും വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. കാരണം ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച് എടുക്കുന്നൊരു വീഡിയോ ആണ്. കാരണം ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങും ഹോസ്പിറ്റലിൽ പോകുന്നതും ഒക്കെ നമ്മുടെ ഒരു മെമ്മറിയാണ്. അപ്പോൾ അത് ഞാൻ അത്രയധികം ഇഷ്ടപ്പെടുന്നു. എൻ്റെ ചാനലിൽ അത് ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. അത് നിങ്ങൾ ബേബിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചത്. ഇനി എനിക്ക് ഫീഡിങ് പില്ലോ, ബേബീൻ്റെ ബെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. സോ അതൊക്കെ നെക്സ്റ്റ് വീക്ക് വാങ്ങാനുള്ള പ്ലാനാണ്. ഹോസ്പിറ്റലിൽ സ്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മേടിക്കും. അപ്പോൾ ബേബീസിൻ്റെ എന്താ ഞാൻ മുന്നേ കുഞ്ഞാവയുടെ എന്താ മുന്നേ വാങ്ങിച്ചു വെച്ചാൽ ഞങ്ങൾ അത് വാഷ് ചെയ്യണമല്ലോ. നമ്മൾ ഡെറ്റോളൊക്കെ ഇട്ട് വാഷ് ചെയ്ത് മുന്നേ അയണൊക്കെ ചെയ്ത് വെക്കണം. കാരണം ഡയറക്റ്റ് മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്നൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്. ആദ്യം തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് പാമ്പേഴ്സിൻ്റെ സ്നഗ്ഗിയാണ് കേട്ടോ വാങ്ങിച്ചിരുന്നത്. അപ്പം ഇത് വന്നിട്ട് ജസ്റ്റ് ബോൺ ബേബിയുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വൈപ്സ് 2 വൈപ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ചിക്കോ ബ്രാൻഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ബാത്തിങ് ടവലാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. നമുക്ക് തൊടുമ്പോൾ തന്നെ കുഞ്ഞാവന് അങ്ങനെ എന്താ പറയുക, എനിക്ക് അറിയില്ല എന്താ പറയണ്ടെന്ന്. ഭയങ്കര എക്സൈറ്റിലിരിക്കുകയാണ്. നല്ല ഇതായിട്ടുള്ള ഒരു ബാത്തിങ് ടവലാണ് കേട്ടോ. എല്ലാം അധികം ഒരുപാട് റേറ്റ് ഉള്ളതല്ല കേട്ടോ. നമ്മൾ റേറ്റ് ഒക്കെ നോക്കിയിട്ട് റീസണബിൾ ആയിട്ടുള്ളത് നോക്കി എടുത്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ളത് റിസീവിങ് ടവലാണ് കേട്ടോ. ബേബിന് നമ്മൾ ക്യാപ്പ് പോലെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇത് റിസീവിങ് ടവലാണ്. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത ഞങ്ങൾ ബെഡും കാര്യമൊക്കെ വാങ്ങുമ്പോൾ ഒരു 1-2 കൂടെ വാങ്ങാനുണ്ട്. തൽക്കാലത്തേക്ക് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് ലാർജും പിന്നെ ഒന്ന് മീഡിയം സൈസും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കുഞ്ഞാവെ ബെഡിൽ കിടത്തിട്ട് അതിന് മുകളിൽ ഇത് വിരിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഒരു ടവല് പോലെ കുഞ്ഞാവയുടെ മുഖമൊക്കെ തുടയ്ക്കാനായിട്ട് നമ്മൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞ് തുടയ്ക്കുന്നത്. അപ്പോൾ മുഖത്ത് മാക്സിമം നമ്മൾ വൈപ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു സെറ്റായിട്ടാണ് കേട്ടോ. പിന്നെ സെറ്റായിട്ടാണ്. പിന്നെന്ന് പറയുന്നത് ക്യാപ്സ് ആണ് കേട്ടോ. 2 ക്യാപ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പോരാ, ഇനി വേണ്ടി വരും. കാരണം മഴ സമയമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പറയുന്നത് റീയൂസബിൾ ഡൈപ്പേഴ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ മോള് ജനിച്ചപ്പോഴും അമ്മൂസിനും ഞാൻ ഇത് യൂസ് ചെയ്തിരുന്നു. ഒരുപാട് നമ്മളെപ്പോഴും ഈ സ്നഗ്ഗി യൂസ് ചെയ്തിരിക്കുന്നതായിരിക്കും. രാവിലെ സമയങ്ങൾക്കൊക്കെ നമുക്ക് ഇത് നമ്മൾ ഈ കെട്ടുന്ന ലെങ്കോട്ട് യൂസ് ചെയ്യുമല്ലോ, അതുപോലെ ആ സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് കുറവ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ എക്സ്ട്രാ, ഇത് ജസ്റ്റ് ബോൺ ബേബിയുടെ ആണ്. ഇതിൽ എക്സ്ട്രാ പാഡ് തനിയെ കിട്ടും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് വെള്ളം അബ്സോർവ് ചെയ്യും. യൂറിനൊക്കെ വന്നിട്ട് ഇതിൽ വലിച്ചെടുക്കും. ഏകദേശം ഒരു 2-3 യൂറിനൊക്കെ ഓക്കെ തോന്നണം. ഒരുപാട് ഹെവി ആയിട്ട് പിന്നെ കുഞ്ഞാവയ്ക്ക് നമുക്ക് ഇടില്ലല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ബോൺ ബേബിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഞാനിതൊക്കെ വാഷ് ചെയ്യാൻ പോകുന്നത്. കാരണം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എടുത്ത് കാണിച്ച് തിരിച്ചും കയ്യിൽ തൊടണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഡെറ്റോളൊക്കെ വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബേബീൻ്റെ ഒന്നും തൊടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഇതാണ് കുഞ്ഞാവിടെ കുട്ടിയെടുപ്പാണ്. മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് നല്ല സോഫ്റ്റ് ആണ്, പ്യുവർ കോട്ടൺ ആണ്. ഇതൊക്കെ വാഷ് ചെയ്ത് വെക്കണം. കോട്ടൺ ജബ്ലയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു 3-4 എണ്ണം മേടിച്ചിട്ടുണ്ട്, പ്യുവർ വൈറ്റ്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് ആണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ കെട്ടുന്നതാണ്, ടൈ ചെയ്യുന്നത്. പുറത്തേക്ക് എടുക്കുന്നില്ല. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എന്തിനാ വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമുക്ക് കുഞ്ഞാവെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പീഡിയാട്രീഷ്യൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇപ്പോൾ കുളിപ്പിക്കാൻ പാടുള്ളൂ. മുന്നത്തെ പോലെയൊന്നും അല്ല. അപ്പോൾ ബേബിനെ എപ്പോഴാണോ കുളിപ്പിക്കാൻ പറഞ്ഞത് അതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കാരണം ഇങ്ങനെ കിടത്തിയിട്ട് കുളിപ്പിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇത് റബ്ബർ ഷീറ്റ് ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഒരു 5 പീസ് ഉണ്ട് ഇതിൽ. ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അടുത്തത് നല്ല ഷോർട്ട് ആയിട്ടുള്ളൊരു ഇതാണ്.
കുഞ്ഞാവയുടെ സ്ലീപ്പിംഗ് സ്യൂട്ടാണ് കേട്ടോ ഇത്. ഫുള്ള് ഇത് ക്യാപ്പോട് കൂടിയുള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ 2 എണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ഫുള്ള് കാലും ഒക്കെ കവറാവുന്ന പോലത്തെ കേട്ടോ. അപ്പോൾ ഇതൊരു കളറ്, പിന്നെ ഒരു ബ്ലൂ, വൈറ്റും ബ്ലൂ. പിന്നെ നല്ല സോഫ്റ്റ് ദിസ് ബോൺ ബേബീസിൻ്റെ ആണ് കേട്ടോ, പിന്നെ ഇത് എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പൗച്ചാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ മുന്നേ തന്നെ വെച്ചിട്ടുണ്ട്. കോമ്പ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡെലിവറിക്ക് മുന്നേ എനിക്ക് മോളുടെ അമ്മൂസിൻ്റെ സിസേറിയൻ ആയിരുന്നു ഫസ്റ്റ്. സോ സെക്കൻഡും സിസേറിയനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് തിയേറ്ററിലേക്കൊക്കെ പോകുന്നതിന് മുന്നേട്ട് സിസ്റ്റർമാർ മുടിയൊക്കെ കോമ്പ് ചെയ്ത് നല്ലോണം 2 ഭാഗത്തൊക്കെ പിന്നിട്ട് തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൗച്ചിലേക്ക് 2 കോമ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഹോൾഡർ പോലെ ചെറിയ ക്രാബിൻ്റെ, പിന്നെ കുഞ്ഞൊരു പൗഡർ. ഇത്രയും മതി. നമ്മളേതായാലും മേക്കപ്പ് സെറ്റൊന്നും കൊണ്ടുപോകണില്ല, കാരണം ആ സമയത്ത് അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫീഡിങ് കുർത്തീസ് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് 2-3 ഫീഡിങ് നൈറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തനിയെ എൻ്റെ ഒരു സെപ്പറേറ്റ് ബാഗിൽ, കുഞ്ഞാവയുടെ ബാഗല്ലാതെ എനിക്ക് തനിയെ ഒരു ബാഗ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോയിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി കുഞ്ഞാവ വന്നതിന് ശേഷം ഒക്കെ കുറേ വീഡിയോസ് പ്രതീക്ഷിക്കാം.